യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ ദർശനെ, മോൻ വലുതും ചോദിച്ചിട്ട് വാങ്ങിക്കൊടുത്തില്ലേ? ഏയ്, അങ്ങനെയല്ല. ഞാനേ എല്ലാം രൂപേഷേട്ടനെ കൊണ്ട് തന്നെയാ കൊടുപ്പിച്ചത്. നോട്ടെല്ലാം പഠിപ്പിച്ചതൊക്കെ ആള് മറന്നുപോയി. അതൊന്നും അല്ലമ്മേ, അവിടെ ഒരു ട്രോളി ഇല്ലേ, അടിയിൽ വീലൊക്കെ വെച്ച് പിടിപ്പിച്ച ട്രോളി, അത് ഉരുട്ടി നടന്നപ്പോ പണ്ട് കുഞ്ഞുനാളിലെ എന്നെ അമ്മ ഇതുപോലെ ട്രോളിയിൽ ഇരുത്തിയതും പാർക്കിലൊക്കെ കൊണ്ടുപോയതൊക്കെ അതോർത്ത്. രൂപേഷേട്ടൻ എന്തിനാ കള്ളം പറയുന്നത്? അവിടെ സൂപ്പർ മാർക്കറ്റില് പറഞ്ഞേൽപ്പിച്ച പോലെ 2-3 സ്ത്രീകള് അവര് മനഃപൂർവ്വം രൂപേഷേട്ടനെ കളിയാക്കി. അതൊരു വെറും കളിയാക്കലല്ലാന്ന് എനിക്ക് പിന്നീടാ മനസ്സിലായത്. എന്നെ പുകഴ്ത്തി പറയുകയും രൂപേഷേട്ടനെ മണ്ടനെന്നും തടിയനെന്നും കാണാൻ കൊള്ളില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇൻസൾട്ട് ചെയ്തു. അവർക്ക് ഞാൻ നല്ല മറുപടി കൊടുത്തു. പക്ഷെ എന്റെ സംശയം, ഞങ്ങൾ ആ സൂപ്പർ മാർക്കറ്റില് ആ സമയത്ത് വരുമെന്ന് അറിഞ്ഞ് അവർ കാത്തുനിന്ന് കളിയാക്കിയതുപോലെ ആരോ പറഞ്ഞ് ഏർപ്പാടാക്കിയതാണോന്ന് എനിക്കൊരു സംശയം. എന്തിനാ സംശയം മാത്രമാക്കുന്നേ? പുറത്ത് കാണും 2 അഭിരാമികൾ, രഞ്ജിനിയോ ഗിരിജയോ, അല്ലെങ്കിൽ 2 വിളഞ്ഞ വിത്തുകളുണ്ടല്ലോ, വീണയും ശ്രേയയും. അവർക്കൊക്കെ എല്ലാം അറിയാം ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാ നമ്മൾ സ്ഥിരം പർച്ചേസ് ചെയ്യുന്നതെന്ന്. എന്താ മോനെ, മോൻ ഇനിയും മണ്ടനാണെന്ന് തന്നെ ഉറപ്പിക്കുക. ബുദ്ധിമാനാകണമെങ്കിൽ ഇത്തരം ബാലിശമായ ചിന്തകൾ കളയണം. ദൂരെ നിന്നും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ മോനെന്താ കയ്യോ കാലോ മുറിയുവോ, അതോ വേദനിക്കുവോ? ഇനി അങ്ങനെ ആര് പറഞ്ഞാലും പോടാ പുല്ലെന്ന് പറഞ്ഞിട്ടിങ്ങി പോരണം. അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടും രൂപേഷേട്ടന് വിഷമമായി പോയി. അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ അതിനോടൊക്കെ പ്രതികരിക്കാനുള്ള മനസ്സ് രൂപേഷേട്ടനിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. പണ്ട് സങ്കടപ്പെടുകയും കരയുകയൊക്കെ അല്ലേ, ഇന്നവരെ അടിക്കാൻ വരെ ചെന്നു. എന്താ, ശരിയല്ലേ? അടിക്കാൻ ചെന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ അടിച്ചില്ല. ആ, ദർശന കൂടെയുള്ളതിന്റെ ബലത്തിലല്ലേ. അവളുമാര് തിരിച്ചെങ്ങാനും വന്നാ എന്റെ കരാട്ടെ റാണി ഇടിച്ചു പൊളിക്കുമെന്നറിയാല്ലേ? നിങ്ങൾ ചോദിക്കുമ്പോ ഇങ്ങനെ കാശെടുത്ത് തരാനേ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അതൊന്നും മനസ്സിലാക്കായിരുന്നു. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്ലാനെങ്കിലും നിങ്ങൾ അമ്മയും മോനും സക്സസ് ആക്കിയിട്ടുണ്ടോ? എല്ലാം ചീറ്റി പോയിട്ടേ ഉള്ളൂ. ആസിഡ് അവളുടെ മോന്തയ്ക്കൊഴിക്കും, അവളുടെ മുഖം അങ്ങനെ കരിഞ്ഞ് വെന്തളിഞ്ഞു പോകും. കല്യാണം പോയിട്ട് അവക്കിനി പുറത്തിറങ്ങി നടക്കാനേ പറ്റില്ല. ഇതെല്ലാം വിശ്വസിച്ച ഞാനാ മണ്ടി, അത് മോന്റെ വക. അമ്മ എന്തായിരുന്നു പുകില്? അഞ്ജന എപ്പോഴാ ഒറ്റയ്ക്കാകുന്നെന്ന് പറഞ്ഞാ മതി, അവളെ അങ്ങ് തീർത്ത് കളയും. 1 ലക്ഷം രൂപയാ അഡ്വാൻസ് തന്നത്. വീടിനകത്തെ ആ കഴുതയ്ക്ക് എത്ര നേരം അവളെ ഒറ്റയ്ക്ക് കിട്ടിയത്? ആ പരിസരത്ത് പോലും ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല. ഞാനും മോളും കൂടി എല്ലാം കണ്ടോണ്ട് നിൽക്കായിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാ നിങ്ങളുടെ ഭർത്താവ് ആ മണ്ണുണ്ണി താക്കോലുമായിട്ട് വന്നത്. അവര് വന്നിട്ട് പോലും എത്രയോ സമയം ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവനൊരാണല്ലേ. പൂച്ചക്കുട്ടിയെ പോലൊരു പെങ്കൊച്ചിനെ കയ്യിൽ കിട്ടിയിട്ട്, നിങ്ങൾക്ക് അമ്മയ്ക്കായാലും മോനായാലും കുറെ ഒന്നിനും കൊള്ളാത്ത ക്നാപ്പന്മാരും. പറയുമ്പോ വലിയ സെറ്റപ്പാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജീവപര്യന്തം കഴിഞ്ഞ് തലേന്നിറങ്ങിയതേ ഉള്ളൂ. 4 ആളെയാ ചവിട്ടി കൊന്നത്. അവനാര്? മതമിളകിയ കൊമ്പനോ? 4 പേരെയൊക്കെ ചവിട്ടി കൊല്ല. അവസാനം പവനായി ശവമായി.
ഏതെങ്കിലും ഒന്ന്. എത്ര തവണ നിങ്ങൾക്ക് ഞാൻ അവസരം തന്നു, എത്ര ലക്ഷങ്ങൾ തന്നു. പണം അതങ്ങോട്ട് മേടിച്ചെടുക്കാൻ അമ്പമ്പോ വല്ലാത്ത മിടുക്ക് തന്നെ. പാറ്റൻ ടാങ്ക് മിസൈലും വരെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കളയും. ഒരു പാറ്റാ ഗുളിക പോലും കയ്യിൽ കാണത്തൂല. അല്ല, ഈ പറഞ്ഞ കോലത്തെ തമ്പുരാട്ടി പറഞ്ഞതോ 5 പ്ലാനുകളാണെന്നല്ലേ പറഞ്ഞത്? എന്താ 5ഉം കൊത്തിപ്പോയോ? ബോംബ് വയ്ക്കുന്നു, ഷോക്കടിപ്പിക്കുന്നു, പായസത്തിൽ വിഷം കലർത്തുന്നു. അതുകൊണ്ട് കടലപ്പായസം മാത്രം ആരും കുടിക്കരുത്. ഒന്നും നടന്നില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ തന്നെയാ. പലതവണ പ്ലാൻ ചെയ്താലേ ഒരു തവണ നടക്കൂ. പിന്നെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആളെ അയക്കാതെയോ സെറ്റപ്പ് വർക്കൗട്ട് ആകാതെയോ നിങ്ങളെ പറ്റിച്ച് കാശ് ഞാൻ വാങ്ങിയിട്ടില്ല. ഗ്യാസ് ഗുണ്ടയുടെ കാര്യത്തിലും അത് തന്നെയാ സംഭവിച്ചത്. ഗ്യാസ് കുറ്റിയായിട്ട് അവ വന്നില്ലേ? വന്നു. ഗ്യാസ് തുറന്നു വിട്ടില്ലേ? വിട്ടു. അവളെ മുറിയിൽ പൂട്ടിയിട്ടില്ലേ? ഇട്ടു. കയറി പിടിക്കുകയും ചെയ്തു. പക്ഷേ സംഗതി നടന്നില്ല. കുഴപ്പമേ എന്റെ ഭാഗത്തുനിന്നുള്ളതല്ല, ആ വന്നവന്റെ ഭാഗത്തുനിന്നും അല്ല. ആളില്ലെന്ന് പറഞ്ഞത് നിങ്ങളാ. കാര്യം എന്റെ ഭർത്താവൊക്കെ തന്നെയാ. താക്കോലോ ഓടാലിയോ അവനെ പിടിച്ചേ ആ സമയത്ത് വന്നത് എന്റെ ഭർത്താവ് തന്നെയാ. അതെന്റെ പ്ലാനിങ്ങിന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. അതുകൊണ്ടേ കാശില്ലാന്ന് പറഞ്ഞ് കൈമലർത്തിയാലേ പണി പാളും ഗിരിജ മാഡം. അവന് ജയിലെന്നും പോലീസെന്നൊക്കെ പറഞ്ഞ ഒരു പേടിയില്ല. കുറച്ചു കാലം അകത്ത് കിടക്കാനും മടിയൊന്നുമില്ല. നേരെ സ്റ്റേഷനിൽ ചെന്ന് ഗിരിജ മാഡം പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്തേന്ന് പറഞ്ഞ് മാപ്പ് സാക്ഷി ആയിക്കോട്ടെ. വേണ്ട വേണ്ട, എങ്കിൽ പറഞ്ഞ ബാക്കി 2 ലക്ഷം കിട്ടിയേ തീരൂ. എനിക്കിതിന്ന് കമ്മീഷനൊന്നും വേണ്ട. പറഞ്ഞ തുക അവന് കൊടുക്കണം. എന്റെ സ്വന്തം കുഞ്ഞിനെയാ ഞാൻ കൊല്ലാൻ നോക്കിയത്. ഞാൻ എടുത്തു വളർത്തിയത് അവളെ. അമ്മേ നിർത്ത്. ഓവർ സെന്റ് അടിച്ച് ചളവാക്കണ്ട. ഗിരിജാമ്മയുടെ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കല്യാണത്തിന് അന്ന് ചിലവാതിരുന്ന ആസിഡ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് മണവാട്ടിയെ കാണാൻ ഞാൻ ഒന്നുകൂടി പോകുന്നുണ്ട്. ആ കൊട്ടേഷന് നിങ്ങളെനിക്ക് കാശൊന്നും തരണ്ട. അമ്മയുടെയും എൻ്റെയും 2 പ്ലാനും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇത് ഫ്രീ പാക്കേജാ, കോംബോ ഓഫർ. പക്ഷേ എൻ്റെ അമ്മയോട് ഗ്യാസ് കുറ്റി വെച്ച് കൊല്ലാൻ കൊട്ടേഷൻ ടീമിന് കൊടുക്കാമെന്ന് പറഞ്ഞ മുഴുവൻ പൈസയും ഇപ്പം സെറ്റിൽ ചെയ്തേ പറ്റൂ. 50 തന്നോളൂ, ബാക്കി 1.5 എപ്പം തരും? എനിക്ക് കുറച്ച് സമയം കൂടി തരണം. ആ ആസിഡ് വെച്ച് ദർശനയുടെ മുഖയെ പൊള്ളിക്കൂന്നൊന്നുമില്ല. ശ്രേയാമോളുടെ ആയാലും ഗിരിജാ മേഡത്തിന്റെ ആയാലും പറ്റും. ഈ പ്രറ്റി ലുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ? വേണ്ട, ഞാൻ ഇന്ന് തന്നെ സുധർമ്മയുടെ അക്കൗണ്ടിലേക്ക് കാശിട്ടോളാം. ഓ, ചുമ്മാ പറഞ്ഞതാ, ചുമ്മാ. ഈ സുന്ദരമുഖം ഞാൻ പൊള്ളിക്കൂ? ഇല്ല. വാമേ. നിനക്കെന്നെ അറിയില്ല. ഇടഞ്ഞ മഹാപിശകായി ഗിരിജ. കൊട്ടേഷന് മറു കൊട്ടേഷൻ കൊടുത്താലും ഗിരിജയെ തളയ്ക്കാൻ നിന്റെ കയ്യിലെ വെള്ളിച്ചങ്ങല പോരടാ, ഉരുക്ക് ചങ്ങല തന്നെ വേണം.